ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും പരാതി ഉയർന്നു. മകൾ ആസിയ ആത്മഹത്യ ചെയ്ത കേസ് ഒതുക്കി തീർത്തെന്ന് അമ്മ സലീന ആരോപിച്ചു. പരാതി ഡിവൈഎസ്പി മധു ബാബു വലിച്ചെറിഞ്ഞെന്ന് സലീന 24നോട്. വിവാഹം കഴിഞ്ഞ് 4-ാം മാസം ആസിയ ആലപ്പുഴയിലെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചു. 24 ബ്രേക്കിംഗ്. എൻ്റെ മോള് മരിച്ചിട്ട് ഒരു നീതി എനിക്ക് കിട്ടിയില്ല. പിന്നെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കയറി ഇറങ്ങി നടന്ന്, ഞാനും എൻ്റെ കുടുംബക്കാരും കയറി ഇറങ്ങി നടന്ന്. അന്നേരമൊക്കെ പറഞ്ഞത് സ്വാഭാവിക മരണമാ, കേസ് അങ്ങ് എഴുതി തള്ളി. അവരൊന്ന് തിരക്കിയത് പോലും ഇല്ല. അവനെ പിടിച്ചൊരു ചോദ്യം പോലും ചെയ്തില്ല ഈ സാറ്. എന്നിട്ട് ഞങ്ങൾ പെറ്റീഷനും കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെറ്റീഷൻ എടുത്ത് ദൂരെ എറിഞ്ഞ് ഈ DSP സാറ്, ആലപ്പുഴയുടെ DSP സാറ് എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് വരെ കള്ള പെറ്റീഷനുമായിട്ട് വന്നതാ. ഇനി അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ നീതിയും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോടതി പോയി വാങ്ങിച്ചോ, കോടതി പോയി തെളിയിക്കാൻ പറഞ്ഞു. മലപ്പുറത്ത് നിന്ന് ബിബിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ബിബിൻ, ഗുഡ് മോർണിംഗ്. ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇയാൾ എങ്ങനെ പോലീസ് ഓഫീസറായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല, വിവരങ്ങൾ പറയും. SKN ഇപ്പോൾ DSPക്കെതിരെ വീണ്ടും പരാതി ഉയരുകയാണ്. ഇത് 2024 ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ആസിയ ആത്മഹത്യ ചെയ്യുന്നത്. ഭർത്തൃ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് വിവാഹം കഴിഞ്ഞ് 4 മാസം മാത്രമാണ് ആയിരുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പരാതി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് ഈ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് അമ്മ സലീനയ്ക്ക്, ഈ മകളോട് അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല, അതിൻ്റെ മരണകാരണം അറിയണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ പോലീസിനെ സമീപിക്കുന്നത്. ഇതിലൊരു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിരുന്നു എന്നുണ്ടെങ്കിലും 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസ് അന്വേഷിക്കുകയും അതിൽ അസ്വാഭാവികമായിട്ട് മറ്റൊന്നുമില്ല എന്ന് കണ്ട് ക്ലോസ് ചെയ്യുകയുമായിരുന്നു. എന്നാൽ ഇതിൽ അന്ന് ഈ ആസിയയുടെ ഭർത്താവിന് അതിൽ പങ്കുണ്ട് എന്നുള്ളതും ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതുമായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ 22 പവൻ സ്വർണവും ഒരു കാറും 3 ലക്ഷം രൂപയും കൊടുത്താണ് ഈ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വർണം ഉൾപ്പെടെയുള്ളവ തിരിച്ചു ലഭിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അതിൽ 3 പവൻ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. മറ്റ് ആവശ്യങ്ങൾക്കായി DSP ഓഫീസിൽ ഉൾപ്പെടെ പോയപ്പോൾ ആ പരാതി തൻ്റെ നേർക്ക് വലിച്ചെറിയുകയും പിന്നീട് കോടതിയിൽ പോയി വാങ്ങിക്കോളാൻ പറയുകയുമായിരുന്നു. അത്തരത്തിൽ ഒരു നീതിയും ലഭിച്ചില്ല. ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മ എന്നുള്ള നിലയ്ക്കുള്ള ഒരു നീതിയും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പരാതി. ഒപ്പം തന്നെ ഇവർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് അവർക്കൊപ്പം പോലീസ് നിൽക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് മുഴുവൻ കണ്ടത്. ഇവർ ഇപ്പോൾ മലപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. ഏകദേശം ഒരു 6 വർഷത്തിലേറെയായി ഇവിടുത്തെ കച്ചവടമൊക്കെയായി ഇവിടെയാണ് താമസിക്കുന്നത്. സ്വന്തമായി വീട് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷമായി ആലപ്പുഴയിൽ പോയി ഈ കേസിന് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. അവിടെ താമസിക്കാനൊരു സ്ഥലം പോലും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിലാണ് അവർ പലപ്പോഴും കഴിയുന്നത്. അതിനുശേഷം മലപ്പുറത്തേക്ക് വരികയാണ് മകളുടെ ഒരു നീതിക്ക് വേണ്ടി. അത് ഈ DSP ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണവും പരാതിയും. ഓക്കെ, ബിബിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.